ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാനിന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് തലേദിവസം സോക്ക് ചെയ്ത് വെച്ച കടലയിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട്, മല്ലിപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള അടുപ്പിൽ ഒരു പാനിൽ വെള്ളം എടുത്തിട്ട് അരിപ്പൊടി വാട്ടി കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്ക് മാവ് കുഴക്കില്ലേ, അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുഴയ്ക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് വാട്ടി കുഴയ്ക്കണം. ഞാൻ ഈ ഒരു സാധനം ആരും ഇതുവരെ ഉണ്ടാക്കുന്ന വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് എൻ്റെ അമ്മേൻ്റെ ഒരു പേഴ്സണൽ റെസിപ്പിയാണ്. ഞാൻ അമ്മ ഉണ്ടാക്കുന്നത് മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വേറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നന്നായിട്ട് കുഴച്ച് ഈ ഒരു പരുവാവുന്ന സമയത്ത് ഒന്ന് ചൂട് തണുക്കുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് അത് നല്ല ബോൾസാക്കി എടുക്കണം. നമ്മൾ പിടി ഉണ്ടാക്കില്ലേ, ആ പിടി ഉണ്ടാക്കുന്ന ടൈപ്പുള്ളൊരു ബോൾസാക്കി എടുക്കണം. നമുക്കിതിന് കടല മസാലപ്പിടി എന്ന് പേരിടാം. വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നമുക്കങ്ങനെ പേരിടാം കേട്ടോ. അങ്ങനെ ഈ ബോൾസ് ഈ വേവിച്ച കടലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടി അടുപ്പിക്കണം. അപ്പോൾ തന്നെ ഇപ്പുറത്ത് നമുക്ക് ഒരു സവാള, ചെറിയ സവാള മതി. കൊച്ചുള്ളി ആണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്, ചെറുതാക്കി അരിയുക. എൻ്റെ അടുത്ത് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഈ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഉള്ളി നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എത്രത്തോളം എടുക്കുന്നോ അത്രയും ഈ സാധനത്തിന് ടേസ്റ്റ് കൂടും കേട്ടോ. ഈ നമ്മുടെ മസാലക്കടലപ്പിടീൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ഇരിക്കുന്നത് ഈ വറവിടുന്നതിലാണ്, ഈ ഒരു മിക്സിലാണ്. തേങ്ങേൻ്റെയും ഉള്ളിയുടെയും കറിവേപ്പിലേൻ്റെയും ഈ ഒരു മിക്സിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക, സിമ്മിലിട്ടിട്ട് വറുത്തെടുക്കണം. അതായത് ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല, ആ ഒരു മണം വരാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം നമുക്ക് തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമ്മുടെ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് കടല പിടി മിക്സ് ഉണ്ടല്ലോ, ഈ ഒരു മിക്സിലേക്ക് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാനിലേക്കോ ഉരുളിയിലേക്കോ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് കാണാൻ കേട്ടോ. ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ഈ മിക്സ് നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് സിമ്മിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കുക്ക് ചെയ്തെടുക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള കടല മസാലപ്പിടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്